hello. Welcome to EduPod. ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹിന്ദി എക്സാമില് ക്ലാസ് 5 ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിക്കോളൂ, ചിത്രം നോക്കിയിട്ട് വാക്യങ്ങൾ എഴുതാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിക്കോ, ഈ ഒരു ചിത്രത്തില് മരത്തിന് താഴെയും മുകളിലുമായിട്ട് കുറെ ജീവികളും പക്ഷികളും ഒക്കെ കാണുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇവരുടെ ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പേട് കെ ഊപ്പർ മരത്തിന് മുകളിൽ, പേട് കെ നീച്ചെ മരത്തിന് താഴെ. അപ്പൊ നോക്കിക്കോളൂ, പേട് കെ ഊപ്പർ ബഗുല ഹേ എന്ന് പറഞ്ഞു അല്ലെ. മരത്തിന് മുകളില് കൊക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ മരത്തിന് മുകളിൽ എന്തൊക്കെയാ ഉള്ളത്? തത്തയുണ്ട്, കുരങ്ങനുണ്ട്, അതുപോലെ അണ്ണാനുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ ഇവിടെ എഴുതണം. നോക്കിക്കോളൂ, പേട് കെ നീച്ചെ ക്യാ പേട് കെ ഊപ്പർ ക്യാ ഹേ? പേട് കെ ഊപ്പർ തോത്താ ഹേ അല്ലെ. ആരാ ഉള്ളത്? നമ്മുടെ തത്തമ്മയുണ്ട്. പിന്നെ ആരാണുള്ളത്? പേട് കെ ഊപ്പർ കുരങ്ങനുണ്ട് അല്ലെ. പേട് കെ ഊപ്പർ ബന്ദർ ഹേ, ബന്ദർ ഹേ. പിന്നെ ആരാണ് നമ്മുടെ മരത്തിന് മുകളിലുള്ളത്? പേട് കെ ഊപ്പർ ഗിൽഹരി ഹേ, പേട് കെ ഊപ്പർ ഗിൽഹരി ഹേ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്ററിലും കുറെ മൃഗങ്ങളെ കുറിച്ചും പക്ഷികളുടെ പേരുകളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആ പേരുകളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് വാങ്ങിക്കാനും പറ്റും. ഇപ്പൊ നോക്കിക്കോളൂ, പേട് കെ ഊപ്പർ മരത്തിന് മുകളിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മരത്തിന് മുകളിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് നമ്മൾ എഴുതി. ഇനി പേട് കെ നീച്ചെ മരത്തിന് താഴെ ആരൊക്കെയാണുള്ളത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേട് കെ നീച്ചെ ഗായ് ഹേ, മരത്തിന് താഴെയായിട്ട് പശു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ആരൊക്കെയുണ്ട്? ആനയുണ്ട്, കുതിരയുണ്ട്, അതുപോലെ ജിറാഫും ഉണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ, പേട് കെ നീച്ചെ ജിറാഫ് ഹേ അല്ലെ. പിന്നെയോ പേട് കെ നീച്ചെ ഘോഡ ഹേ, കുതിരയുണ്ട് അല്ലെ, ഘോഡ ഹേ. അതുപോലെ പേട് കെ നീച്ചെ ഹാത്തി ഹേ, മരത്തിന് താഴെ ആനയുമുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതുപോലെ ചിത്രം തന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ചിത്രം തന്നിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന മൃഗങ്ങളുടെ പക്ഷികളുടെ പേരുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ നോക്കിക്കോളൂ, ചിത്ര ദേഖെ വാക്യ ബനായേ, ചിത്രം നോക്കി വാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, താലാബ് മേ പാനി നഹി ഹേ, കുളത്തിൽ വെള്ളമില്ല. ഇനിയോ പേട് पर पत्ते नहीं है, മരത്തിൽ ഇലകളില്ല. പൗധേ पर फूल नहीं है, ചെടിയില് പൂക്കളില്ല. താലാബ് മേ മച്ച്ലി ഓർ മേണ്ടക് നഹി ഹേ, നമ്മുടെ താലാബിൽ അതായത് നമ്മുടെ കുളത്തില് മച്ച്ലി മീനുകളില്ല, അതുപോലെ തവളയും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൽ അങ്ങനെയാണ് അല്ലേ ഉള്ളത്. ഈ ചിത്രത്തിൽ ഇതൊന്നുമില്ല. പക്ഷെ നമുക്ക് രണ്ടാമതായിട്ട് തന്നിട്ടുള്ള ചിത്രത്തില് കുളത്തിൽ വെള്ളമുണ്ട്, മരത്തിൽ ഇലകളുണ്ട്, ചെടികളിൽ പൂക്കളുണ്ട്, അതുപോലെ കുളത്തിൽ തവളയും മീനുകളും ഉണ്ട്. അപ്പൊ നമ്മളോട് പറയാണ് വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഈ നഹി 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 എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാല് നോക്കിക്കോളൂ, താലാബ് മേ എന്തുണ്ട്? പാനി ഹേ, കുളത്തിൽ വെള്ളമുണ്ട്. പിന്നെയോ പേട് പർ പത്തേ ഹേ, പേട് പർ മരത്തില് ഇലകളുണ്ട്. പിന്നെയോ പൗധേ പർ ഫൂൽ ഹേ, ചെടിയില് പൂക്കളും ഉണ്ട്. പിന്നെ താലാബ് മേ മച്ച്ലി ഓർ മേണ്ടക് ഹേ, താലാബ് മേ മച്ച്ലി ഓർ മേണ്ടക് ഹേ.
ഓക്കെ, അപ്പൊ ഇതുപോലെ ചിത്രം തന്നുകൊണ്ട് എഴുതാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല മിടുക്കരായി തന്നെ ആൻസർ എഴുതാനായിട്ട് നോക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Bye bye.